ഇത് കൊങ്കൺ ബെൽറ്റാണ്. ഈ കൊങ്കൺ ബെൽറ്റിലെ നദികളെല്ലാം ഏതാണ്ട് ഇതേ സ്വഭാവം തന്നെയാണുള്ളത്. ഇവിടുത്തെ അന്തരീക്ഷം, കാലാവസ്ഥ എന്നുള്ളത് സമാനമാണ്. ഇന്നലെ ഇവിടുത്തെ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിലും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടാവാറുണ്ട് തുടർച്ചയായി എന്നുള്ള ഒരു മറുപടി അവർ നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കുത്തൊഴുക്ക് നദിയിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ള, അതായത് ഇത്ര കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഒരു 10 നോട്ട് എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ പോലും അതിൽ അധികമൊക്കെ വന്നിരുന്നു. അത്രയില്ലെങ്കിൽ പോലും സാധാരണ ഒഴുക്ക് കൂടിയ ഒരു നദി തന്നെയാണ് മഴക്കാലത്ത് ഗംഗാവലി ഭീകര രൂപിണിയായിട്ട് തന്നെയാണ് ഈ കാലത്ത് കാണാറുള്ളത് എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ കൊങ്കൺ ബെൽറ്റിൽ എന്ന പ്രത്യേകത എന്നുള്ളത് വളരെ സെൻസിറ്റീവ് ഒരു പ്രകൃതി കൂടിയാണ്. ഈ മണ്ണിന് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും പരിസ്ഥിതി ദുർബല മേഖല കൂടിയാണ് ഈ കൊങ്കൺ ബെൽറ്റിലെ ഈ ഭാഗങ്ങളൊക്കെ. ഏതായാലും അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒഴുക്കിനെ നമുക്ക് തടയാൻ അല്ലെങ്കിൽ അതിനെ ഗതിമാറ്റി വിടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതൊരു ആര്യ പറഞ്ഞ പോലെ തന്നെ 2 നോട്ടിലേക്കെങ്കിലും അല്ലെങ്കിൽ 4 നോട്ടിലേക്കെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ ഒരു ശ്രമം നടത്താൻ ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുകയുള്ളൂ. അത്രയൊന്നും കുറയുന്നില്ല. 6 നോട്ടിലൊക്കെയാണ് ഇപ്പോഴും ഈ പുഴയിലെ ഒഴുക്കിന്റെ ഗതിശക്തി എന്നുള്ളത്. നിലവിലേതായാലും ഒന്നുകൂടി റഡാർ പരിശോധന നടത്താൻ നേവി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായും ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ കുത്തൊഴുക്കിൽ ഒരു പക്ഷേ കൂടുതൽ ചേറ് ഈ ലോറിക്ക് മുകളിൽ വന്നടിയാൻ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചേറ് കൂടുതൽ അടിഞ്ഞു കൂടുമ്പോൾ ഈ ലോറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. എത്രത്തോളം ചെളി അതിൽ പുതഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ ക്യാബിന് ഉള്ളിലേക്ക് എത്താൻ അല്ലെങ്കിൽ ക്യാബിന് സമീപത്തേക്കൊക്കെ എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ അർജുൻ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ഇതിലെ ചെളിയുടെ സാന്നിധ്യം, ചേറിന്റെ സാന്നിധ്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും ഒഴുക്ക് വളരെ ശക്തമായി തന്നെ ഇവിടെ തുടരുന്നു. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ അതിന്റെ ഒരു പ്രവചിക്കാനാവാത്ത സ്ഥിതിയിലൊക്കെ നിൽക്കുന്നു. ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനൊക്കെ അപ്പുറത്ത് ശക്തമായിട്ടുള്ള മഴ പലപ്പോഴും പെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. ഇന്ന് കാര്യമായിട്ട് മഴ ഇവിടെ പെയ്യുന്ന ഒരു സ്ഥിതി രാവിലെ മുതലൊക്കെ ഉണ്ട്. നമുക്ക് ആകാശമൊക്കെ കണ്ടാൽ അറിയാം, ഇപ്പോഴും മേഘാവൃതമാണ് ആകാശം. ഇപ്പോഴും ഈ മുങ്ങൽ വിദഗ്ധർക്ക് അവിടേക്ക് എത്താൻ ആവാത്ത ഒരു അവസ്ഥയും ഒക്കെയുണ്ട്. നിലവിൽ അർജുന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ആരും അകത്തേക്ക് പോയിട്ടില്ല. ഏതായാലും അവർക്ക് ഇതുവരെ യാതൊരുവിധ അപ്ഡേഷനും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ KV രാഹുൽ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ മന്ത്രിമാരുടെ സന്ദർശനം സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെപ്പോ എത്തും എന്നൊക്കെയുള്ളതാണ് നിലവിലുള്ള വിവരം. അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉച്ചയോടെയാണ് എത്തുക. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് വരുന്നത്. റോഡ് മാർഗമാണ്. നല്ല ദൂരമുള്ളതായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് മാത്രമേ എത്തൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. AK ശശീന്ദ്രൻ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തും എന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് മന്ത്രി വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ഷിരൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നാവികസേന അവരുടെ ബോട്ടിൽ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. NDRFന്റെ ബോട്ടുകളും ഒപ്പമുണ്ട്. അതായത് പുഴയുടെ ഒഴുക്ക് പരിശോധിക്കുക എന്ന രീതി തന്നെയാണ്. കാരണം നിലവിലേതായാലും ഡൈവ് ചെയ്യുന്നതിനുള്ളൊരു അവസ്ഥയല്ല ഗംഗാവലി പുഴയിൽ ഉള്ളത് എന്നതുകൂടിയാണ്. ഒപ്പം ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലഭ്യമായ ദൃശ്യങ്ങൾ, അതുപോലെ സിഗ്നലുകൾ, അതൊക്കെ കൂടുതൽ വിലയിരുത്തലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മുന്നോട്ട് ഇന്ന് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. നമ്മൾ പല ആവർത്തി പറഞ്ഞതുപോലെ തന്നെ പുഴയിലെ ഒഴുക്ക് തന്നെയാണ് ഈ ദൌത്യത്തിന് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. പുഴയുടെ ഒഴുക്ക് കുറയ്ക്കാൻ കഴിയുമോ, ശക്തിയൊന്ന് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യതകളൊക്കെ തേടിയിരുന്നു. പക്ഷേ അത് അസാധ്യമായി തന്നെ നിൽക്കുകയാണ്. കാരണം മഴ തുടരുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അതിന് മറ്റൊരു പരിഹാരമായി കണ്ടെത്തിയത് പുഴയോട് ചേർന്ന ഭാഗത്തെ മണ്ണ്, കല്ലൊക്കെ പരമാവധി നീക്കം ചെയ്യുക എന്നതാണ്. അവിടെ ഒഴുക്ക് സുഗമമാക്കുക എന്നതാണ് അതുവഴി ഉദ്ദേശിച്ചിട്ടുള്ളത്.